ഇനി തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലേക്ക് പോയാൽ മുതലപ്പുഴയിലെ അഴിമുഖത്ത് മണൽത്തിട്ട ഉണ്ടായതോടെ മത്സ്യബന്ധനത്തിന് പോകാൻ പല വഴി തേടി ദുരിതം അനുഭവിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. കടലിലേക്ക് വള്ളമിറക്കുന്നത് മണൽത്തിട്ടയിൽ നിന്ന് തള്ളിയിറക്കിയാണ്. പുഴിമുഖം അടഞ്ഞതോടെ മറുകരയിൽ വെള്ളം കയറുമെന്ന ആശങ്കയിലുമാണ് മുതലപ്പുഴക്കാർ. പ്രവേശന കവാടത്തിലെ മണൽ നീക്കം ഇപ്പോഴും മന്ദഗതിയിലാണ്. അർജുൻ രാജ് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, മുതലപ്പുഴക്കാർ പലതവണ സമരവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് സ്ഥിതി അവിടത്തെ? ലക്ഷ്മി, മുൻപൊന്നുമില്ലാത്ത വിധം മുതലപ്പുഴക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ പ്രവേശന കവാടത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും മണൽ മൂടിയ നിലയിലേക്ക് എത്തിയെന്നുള്ളതാണ്. മുൻപ് ബോട്ടുകൾക്ക് അതുവഴി കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, ആഴം കുറവായിരുന്നെങ്കിലും. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. മണൽ കൂമ്പാരം നിറഞ്ഞുകൊണ്ട് അതൊരു മണലടിഞ്ഞ ഒരു സ്ഥലമായി മാറുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുവഴി ഇപ്പോൾ മത്സ്യബന്ധനം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അവിടെ നിന്ന് മുതലപ്പുഴ ഹാർബറിൽ നിന്ന് ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് പോലും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. അവർ ഈ മണലിൽ നിന്നാണ് ആ ബോട്ട് തള്ളി കടലിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഒരു കടൽ തീരമല്ല, അത് ഈ കടലിന്റെയും ഈ ഹാർബറിന്റെയും നടുക്കുള്ള കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗം. അതായത് കടൽ തന്നെയാണ് അത്. അവിടെ മണൽ കൂടി ഇങ്ങനെ ആയതാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ബോട്ട് തള്ളി ഇവർ മത്സ്യബന്ധനത്തിനായി പോകുന്നത്. അത്ര ഗതികെട്ട അവസ്ഥയിലാണ് അവരുള്ളത് എന്ന് മാത്രമല്ല, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനും കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഒരാളെ മാത്രം ബോട്ടിൽ നിർത്തി ബാക്കിയുള്ള ആളുകളൊക്കെ ആ ബോട്ടിൽ നിന്ന് ചാടി കടലിൽ കൂടി നീന്തിയാണ് അവർ കരയിലേക്ക് വരുന്നത്. അങ്ങനെ ഏറ്റവും ദുസ്സഹമായ രീതിയിൽ ഇപ്പോൾ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുകയാണ്. ജീവിക്കാൻ കഴിയാത്ത അത്ര വലിയ ഗുരുതരമായ സ്ഥിതി അവിടെയുണ്ട്. ഒറ്റ ഡ്രഡ്ജർ മാത്രമാണ് മണൽ നീക്കാൻ അവിടെയുള്ളത്. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവർ എടുക്കുന്ന മണലിനനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ മണൽ അവിടേക്ക് അടിഞ്ഞുകൂടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത്, ഇവിടെ മണൽ അടിഞ്ഞതോടുകൂടി അതിനപ്പുറത്തെ ഭാഗത്ത്, അതായത് കായലിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇപ്പോൾ വെള്ളം കയറുമെന്ന ആശങ്കയുണ്ട്. അവിടുത്തെ പുരയിടങ്ങളിലേക്ക് ഇതിനോടകം തന്നെ വെള്ളം കയറി. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടെ മുതലപ്പുഴയിലെ വീടുകളിലേക്ക് പോലും വെള്ളം കയറാനുള്ള സ്ഥിതിയുണ്ട്. അങ്ങനെ ഒരു ആശങ്കയിൽ കൂടിയാണ് മുതലപ്പുഴക്കാർ ഇപ്പോൾ കഴിയുന്നത്. ലക്ഷ്മി.